നമസ്കാരം. അനീതിയുടെ തെരുവുകളിൽ വില്ലുവണ്ടികൾ ആവർത്തിക്കട്ടെ. ഇന്ന് ആഗസ്റ്റ് 28, അയ്യങ്കാളി ജയന്തി. ആധുനിക കാലത്തെ മറ്റൊരു സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. കേരളത്തിൽ അയിത്തത്തിനെതിരായി നടന്ന പ്രക്ഷോഭണത്തിൽ അദ്ദേഹം അനുഷ്ഠിച്ച സേവനങ്ങളെക്കുറിച്ച് അനുസ്മരിക്കുക ഈ സന്ദർഭത്തിൽ സംഗതമാണ്. നൂറ്റാണ്ടുകളായി അവശത അനുഭവിച്ചുകൊണ്ടിരുന്ന പുലയ സമുദായത്തിൽ പിറന്ന അയ്യങ്കാളി പുലയരും മറ്റ് അധസ്ഥിത വർഗക്കാരും സ്വന്തം സാമൂഹിക ഉന്നമനത്തിനു വേണ്ടി നടത്തിയ സമരത്തിന് നേതൃത്വം നൽകി. ഹരിജനങ്ങൾക്കിടയിൽ സംഘടനാ പ്രവർത്തനം നടത്താനും അവർക്ക് അന്നോളം നിഷേധിക്കപ്പെട്ടിരുന്ന അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനും SNDP യോഗം പോലുള്ള സംഘടനകളുടെയും ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെയും പ്രവർത്തനങ്ങൾ അയ്യങ്കാളിക്ക് പ്രചോദനം നൽകി. അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളുടെ ഫലമായിട്ടാണ് തിരുവിതാംകൂറിൽ പൊതുനിരത്തുകളിലൂടെ സ്വതന്ത്രമായി നടക്കാനുള്ള അവകാശം പുലയ സമുദായത്തിന് ലഭിച്ചത്. 1907 അദ്ദേഹം SNDP യോഗത്തിൻ്റെ മാതൃകയിൽ സാധുജന പരിപാലന യോഗം ആരംഭിച്ചു. താമസിയാതെ യോഗത്തിന് തിരുവിതാംകൂറിൽ ഉടനീളം ശാഖകളുണ്ടാകുകയും അത് ഹരിജന ഉദ്ധരണ പ്രവർത്തനങ്ങളിൽ സജീവമായി മുൻകൈയെടുക്കുകയും ചെയ്തു. ഹരിജന സമുദായത്തിന് അയ്യങ്കാളി ചെയ്ത ഉത്കൃഷ്ട സേവനത്തെ ആദരിച്ച് ഗവൺമെൻറ് അദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാക്കി. ഇത് ഇതര സമുദായങ്ങളിലെ നേതാക്കന്മാരുടെ സന്മനോഭാവത്തോടും സഹകരണത്തോടും കൂടി സാമൂഹിക നീതിക്കും സമത്വത്തിനും വേണ്ടിയുള്ള തൻ്റെ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദരണീയമായ ഒരു രംഗം അദ്ദേഹത്തിന് ഒരുക്കിക്കൊടുത്തു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം ഈ ധീര യോദ്ധാവിനെ വികാരവിവശനാക്കി. ചരിത്ര പ്രഖ്യാതമായ ഈ വിളംബരം പ്രസിദ്ധപ്പെടുത്തിയതിന് തൊട്ടടുത്ത് തിരുവിതാംകൂർ സന്ദർശിച്ച മഹാത്മാഗാന്ധിയെ സ്വാഗതം ചെയ്യാൻ അയ്യങ്കാളിയുടെ ജന്മദേശമായ വെങ്ങാനൂർ വച്ചുകൂടിയ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പ്രത്യേകം പ്രകീർത്തിക്കപ്പെടുകയുണ്ടായി. ഇക്കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിലെ ഹരിജനങ്ങൾക്കുണ്ടായ നേട്ടങ്ങളിലധികവും അയ്യങ്കാളിയുടെ അവിശ്രമവും നിസ്വാർത്ഥവുമായ യത്നത്തിൻ്റെ ഫലമായി കൈവന്നതാണ്.